സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയിരുന്നു കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞത് ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. CPM-ഉമായിട്ട് RSS-ഉമായിട്ട് പരസ്യമായി ബന്ധമുണ്ടായിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ തെളിവോട് ഇന്നിപ്പോൾ എൻ്റെ FB പോസ്റ്റിനെ കൃത്യമായിട്ടുള്ള കത്തുകളോട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റൻസസ് പറഞ്ഞു. തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോലും തെളിവുകൾ ഹാജരാക്കാം. CPM-ൻ്റെ RSS ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി RSS-ഉമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്? എന്തുമാത്രം സത്യത്തെ വളച്ചൊടിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിലെ 2021 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും ഓർഗനൈസറിൻ്റെ മുന്നേറ്റ ബാലശങ്കറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടല്ലോ. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്. പാർട്ടി സെക്രട്ടറി ഒരു അബദ്ധം പറഞ്ഞു എന്ന് അവർ പറയുന്നു, സത്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം മറിച്ചിലിനായിരുന്നു ഇന്നലെ വൈദ്യുതി ശ്രമിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ അപഹാസ്യനാക്കുകയാണ് ചെയ്തത്.